ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് oogenesis എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മുൻപ് ക്ലാസ്സുകളിൽ സ്പെർമറ്റോജെനസിസ് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ oogenesis എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ oogenesis എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഫോർമേഷൻ ഓഫ് മെച്യൂർ ഫീമെയിൽ ഓവം ഓർ ഗാമേറ്റ്. അപ്പോൾ മെച്യൂറായിട്ടുള്ള ഒരു ഫീമെയിൽ ഓവം അല്ലെങ്കിൽ ഒരു ഗാമേറ്റിൻ്റെ ഫോർമേഷനെയാണ് എന്ത് പറയുന്നത്, oogenesis എന്ന് പറയുന്നത്. ഈ oogenesis സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഫോർ ബർത്ത് ആണ്, അല്ലെ? ഒരു പെൺകുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഭ്രൂണാവസ്ഥയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ oogenesis സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഡിവിഷൻ ഈ oogenesis എന്ന് പറയുന്നത് ഒരു അസിമെട്രിക് ഡിവിഷനാണ്. സ്പെർമറ്റോജെനസിസ് എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. സ്പെർമറ്റോജെനസിസ് എന്ന് പറയുന്നത് സിമെട്രിക് ആണ്. എന്തുകൊണ്ടെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു ഊഗോണിയത്തിൽ നിന്ന് നമുക്ക് ഒരു എഗ്ഗ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ നമുക്ക് ഈ സ്പെർമറ്റഗോണിയിൽ നിന്ന് ഒരു സ്പെർമറ്റഗോണിയിൽ നിന്ന് 4 സ്പേംസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ സിമെട്രിക് ഡിവിഷനും ഇവിടെ അസിമെട്രിക് ഡിവിഷനുമാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ oogenesis എന്ന് പറയുന്ന ആ ഒരു ഡിവിഷനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ oogenesisൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഊഗോണിയാണ്. അപ്പോൾ ഊഗോണിയ എന്ത് ചെയ്യും, മൈറ്റോട്ടിക് ഡിവിഷൻ, അതായത് മൈറ്റോസിസ് സംഭവിച്ചു. മൈറ്റോസിസ് നമുക്കറിയാം, ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും, അതേപോലെയുള്ള അതായത് ട്വിൻ കണ്ടീഷനിലായിരിക്കും ഉണ്ടാകും. അപ്പോൾ ഊഗോണിയ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആണ്, അതായത് 46 ആണ്, അല്ലെ? 46 ക്രോമസോം ആയിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ മൈറ്റോസിസ് സംഭവിച്ച് നമുക്ക് കിട്ടുന്ന പ്രൈമറി oocytes അതിലും എന്തായിരിക്കും, ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും, 46 ആയിരിക്കും ക്രോമസോം എന്ന് പറയുന്നത്. ഈ ഊഗോണിയയിൽ നിന്ന് പ്രൈമറി oocytes ഉണ്ടാകുന്നത് ഇപ്പോൾ ബിഫോർ ബർത്ത് ആണ്. ഒരു ഫീമെയിൽ ഒരു ബേബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഭ്രൂണാവസ്ഥയിൽ തന്നെ അതിൽ എന്ത് നടക്കുന്നുണ്ട്, ഈ ഒരു പ്രൈമറി oocytesന്റെ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഊഗോണിയ ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചു, ഡിഫറൻസിയേഷൻ ആണ്, അല്ലേ? മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചിട്ട് എന്തായിട്ട് മാറും, പ്രൈമറി oocytes ആയിട്ട് മാറും. ആഫ്റ്റർ പ്യൂബർട്ടി, അല്ലെ? ആഫ്റ്റർ പ്യൂബർട്ടി ആകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കും, മെച്യൂർ ആകുമ്പോൾ, പെൺകുട്ടി മെച്യൂർ ആകുമ്പോഴത്തേക്കും ഈ പ്രൈമറി oocytesൽ എന്ത് സംഭവിക്കും, മിയോസിസ് സംഭവിച്ചു. മിയോസിസ് ഫസ്റ്റിലേക്ക് കിടക്കുകയും അതിൽ പ്രോഫേസ് 1ലേക്ക് കിടക്കുന്നു. മിയോസിസ് ഫസ്റ്റ് പ്രോഫേസ് 1ലേക്ക് കടന്നിട്ട് എന്ത് സംഭവിക്കും, ഫസ്റ്റ് പോളാർ ബോഡിയും അതുപോലെ സെക്കൻഡറി oocytesഉം ഫോം ചെയ്യും. ഫസ്റ്റ് പോളാർ ബോഡിയും സെക്കൻഡറി oocytesഉം ഫോം ചെയ്യും. ഈ സെക്കൻഡറി oocyte എന്ന് പറയുന്നതിൽ നമുക്ക് ആ ഒരു കണ്ടീഷനിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്താണ്, മെറ്റാഫേസ് 2ലേക്ക് കയറുന്നു. മെറ്റാഫേസ് 2ലേക്ക് കയറുമ്പോഴാണ് ഈ മിയോസിസ് 1 എന്ന് പറയുന്നത് പൂർണ്ണമാവുകയും അവിടെ എന്ത് സംഭവിക്കും, ഓവം ഡെവലപ്പ് ചെയ്യുകയും സെക്കൻഡ് പോളാർ ബോഡി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡറി oocytes മെറ്റാഫേസ് 2ലോട്ട് കടന്നിട്ടാണ് ഓവവും സെക്കൻഡ് പോളാർ ബോഡിയും ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു ടൈമിൽ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ, സ്പേം എത്തി ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക, ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ അവിടെ എംബ്രിയോ ഫോർമേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടന്നില്ല എങ്കിൽ എന്താണ്, മെൻസ്ട്രൽ സൈക്കിളിലേക്ക് കിടക്കും. ഇത്രയാണ് ഈ oogenesisൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത